ഒരു കഥ കേട്ടാലോ? വിഡ്ഢിയായ കഴുതയുടെ കഥ. തുടങ്ങാം. പലതരത്തിലുള്ള സാധനങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു വിക്രം. സാധനങ്ങൾ വഹിച്ചു കൊണ്ടുപോകുവാൻ അയാൾക്ക് ഒരു കഴുത ഉണ്ടായിരുന്നു. ഒരു നദി കുറുകെ കടന്നാണ് അവർ പട്ടണത്തിലേക്ക് പോയിരുന്നത്. ചന്തയിൽ പോകുമ്പോൾ എല്ലാ ദിവസവും വിക്രം തന്റെ കഴുതയെ നദിയിൽ കുളിപ്പിക്കുമായിരുന്നു. അത് ധാരാളം ഉപ്പ് ലഭ്യമായിരുന്ന ഒരു വേനൽക്കാലമായിരുന്നു. ഒരു ചാക്ക് ഉപ്പ് ചന്തയിൽ നിന്നും വാങ്ങി കഴുതപ്പുറത്ത് വച്ചിട്ട് വിക്രം പറഞ്ഞു, "നമുക്ക് പോകാം. വേഗം നടക്ക്. നേരത്തെ വീട്ടിലെത്തേണ്ടതുണ്ട്." നദി കുറുകെ കടക്കുമ്പോൾ കാല് തെന്നിയ കഴുത താഴെ വീണു. ചാക്ക് വെള്ളത്തിൽ നനഞ്ഞു കുതിർന്നു. എന്തു സംഭവിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ചാക്കിനുള്ളിൽ ഉണ്ടായിരുന്ന ഉപ്പ് നനഞ്ഞ് അലിഞ്ഞില്ലാതായി. ഒരുവിധം ചാടി എഴുന്നേറ്റ കഴുതയ്ക്ക് മനസ്സിലായി, താൻ വഹിച്ചിരുന്ന ഭാരം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം വിക്രം ഭാരം തന്റെ പുറത്ത് കയറ്റി വയ്ക്കുമ്പോൾ കഴുത ചിന്തിച്ചു, "ഞാൻ വെള്ളത്തിൽ ഒന്ന് വീണാൽ മതി, ഭാരം കുറഞ്ഞു കിട്ടും." അവൻ ആ നാടകം തന്നെ കളിച്ചു. കുറേ ദിവസങ്ങൾ കൊണ്ടാണ് വിക്രമിന് യാഥാർത്ഥ്യം മനസ്സിലായത്. കഴുതയെ ഒരു പാഠം പഠിപ്പിക്കുവാൻ തന്നെ വിക്രം തീരുമാനിച്ചു. കാലാവസ്ഥ മാറി വിളവെടുപ്പ് കാലമെത്തി. പഞ്ഞി ധാരാളം ലഭ്യമായി തുടങ്ങി. വിക്രം ചിന്തിച്ചു, ഇവനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ പറ്റിയ സമയം. ഒരു ചാക്ക് നിറയെ പഞ്ഞി വിക്രം കഴുതയുടെ മേൽ കയറ്റിവെച്ച് തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. നദിക്കരയിലെത്തുമ്പോൾ കഴുതയുടെ ചിന്ത ഇങ്ങനെ പോയി, എന്താ കഥ? യജമാനൻ തീരെ ചെറിയ ഭാരമാണ് ഇന്ന് എൻ്റെ മേൽ കയറ്റി വെച്ചിരിക്കുന്നത്. എൻ്റെ പതിവ് മുങ്ങ് കഴിയുമ്പോൾ ഇത് തീർത്തും ഇല്ലാതാകുമല്ലോ. വർദ്ധിച്ച സന്തോഷത്തോടെ കഴുത തന്റെ പതിവ് പരിപാടി നടത്തി. എന്നാൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ കഴുതയ്ക്ക് മനസ്സിലായി, തനിക്ക് നിൽക്കുവാൻ പോലുമുള്ള ശക്തിയില്ലെന്ന്. ഭാരം ഇരട്ടിയിലധികമായിരിക്കുന്നു. എന്തു ചെയ്യാം? എല്ലാം തന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നവന് മനസ്സിലായി. അതിനുശേഷം എത്ര വലിയ ഭാരമാണെങ്കിലും വഹിച്ചു കൊണ്ടുപോകുവാൻ അവൻ മടി കാണിച്ചിട്ടില്ല. ഈ കഥയുടെ ഗുണപാഠം എന്താണ്? മടിയൻ മല ചുമക്കും. കഥ ഇഷ്ടമായോ? ഇതുപോലെയുള്ള കഥകൾ കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.